ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കേരളത്തിലെ മലകൾ, ചുരങ്ങൾ, അതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യാദ്രി. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യാദ്രി. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യാദ്രി. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. ബ്രഹ്മഗിരി മലനിരകൾ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മഗിരി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പുരളിമല ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിൽ. അതുപോലെ തന്നെ പുരളിമല ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുമ്പോൾ ആൻസർ കണ്ണൂരാണ്. നമ്മൾ PSC ബുള്ളറ്റിൻ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടവ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് മലയാണ്? പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മലപ്പുറം ജില്ലയിലാണ്. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം ജില്ലയിലാണ് പന്തല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. വളരെ റെയറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയതാണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇനി ഓരോ ചുരങ്ങളിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേസ് പറയുന്നു. പാലക്കാട് ചുരം NH 544, താമരശ്ശേരി ചുരം 766, ആര്യങ്കാവ് ചുരം NH 744. പാലക്കാട് ചുരം NH 544, താമരശ്ശേരി ചുരം 766, താമരശ്ശേരിയിൽ 6, ഇതിൽ 7, 6, 6 അത് ഓർത്തിരിക്കുക. ആര്യങ്കാവ് ചുരം NH 744. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി 40 കിലോമീറ്ററാണ്. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി 40 കിലോമീറ്റർ. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം. കൊല്ലം ചെങ്കോട്ട ആര്യങ്കാവ് ചുരം. അടുത്ത ചോദ്യം, പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിക്കുന്ന ചുരം ആലുവാമൊഴി ചുരമാണ്. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിക്കുന്നു ആലുവാമൊഴി ചുരം. അടുത്തത്, കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം കാർക്കൂർ ചുരം. കോട്ടഞ്ചേരി മലകൾ ഏത് ജില്ലയിൽ? കാസർഗോഡ് ജില്ലയിൽ. ഏതു ജില്ലയിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം കാർക്കൂർ. കേരളം, നീലഗിരി, കാർക്കൂർ ചുരം. കോട്ടഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിൽ. ഏതു ജില്ലയിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്? അത് കോട്ടയമാണ് അത്. അടുത്ത ചോദ്യം, പൊന്മുടി ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൊന്മുടി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടി, മൈസൂർ. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂറിനെയുമാണ്. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നത് പാൽച്ചുരമാണ്. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നു പാൽച്ചുരം. നമ്മൾ അറിയില്ല, കുട്ടികൾ ചിലപ്പോൾ പാൽ കുടിക്കുമ്പോൾ വായിൽ കൂടെ കണ്ണിൽ കൂടെയൊക്കെ പാൽ വരിക എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അങ്ങനെ അതൊന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നത് പാൽച്ചുരം. പൊന്മുടി തിരുവനന്തപുരം ജില്ലയിൽ. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടി ടു മൈസൂരാണ്, ഓർത്തിരിക്കുക. അടുത്തത്, കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം. തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്ന ചുരം കമ്പം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം, ഓർത്തിരിക്കുക. കമ്പം ചുരം, തൊടുപുഴ തേനി കമ്പം ചുരമാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്തത്, പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂർ ടു കുർഗാണ്. പേരമ്പാടി ചുരം കണ്ണൂർ കുർഗ്. ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട. പേരമ്പാടി ചുരം കണ്ണൂർ കുർഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെരിയ ചുരം, അത് മാനന്തവാടി മൈസൂരാണ്. ഇത് പേരമ്പാടിയാണ്, കണ്ണൂർ കുർഗ്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന പുനലൂർ ചെങ്കോട്ടയാണ്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ ടു ചെങ്കോട്ടയാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, ഇതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുണ്ട്, പക്ഷേ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയത് എടുത്തിട്ടുണ്ട്.